ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. മാത്രമല്ല എല്ലാം വൈരാഗ്യബുദ്ധിയോടെ കാണുക. പള്ളിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ച്, അതെയോ? കഴുതേ, റാസ്കളെ, നീ ആരാക്കൂടാ, നീ എന്താക്കൂ, നിന്റെ ജോലി ഞാൻ തീർപ്പിച്ചു തരാം. പള്ളിന് മുമ്പ് റമദാനില് റമദാനിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ആ ഡോറിന്റെ കുറ്റി തുറന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഗൗരവം മനസ്സിലാക്കണം. കൊലപാതക ശ്രമം ചെയ്യുന്നത് പിന്നെ നമ്മൾ അപായപ്പെടുത്തലല്ലാതെ വേറെ എന്താ അതിന്റെ ഉദ്ദേശം? ഇത് എലിവിഷാണെന്നും ഈ റൂമിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് ആ റൂം കുറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശ്വാസം മുട്ടുന്നൊക്കെ ഈ വ്യക്തിക്ക് അറിഞ്ഞൂടെ? എന്നെ സഹായിച്ചിട്ടുള്ളത് പരിപൂർണമായിട്ടും കാസർഗോഡുകാരാണ്. കാരണം 25 കൊല്ലം ഞാനും കാസർഗോഡ് അങ്ങനെ ആയിരുന്നു. ഈ 2-3 വർഷത്തിന്റെ മുമ്പ് ഇദ്ദേഹമായി പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു ബന്ധമേ ഇപ്പോൾ ഇല്ല. കാസർഗോഡായിട്ട് ഒരു ബന്ധമില്ല. കാസർഗോഡ് ജില്ലയായിട്ട് ഞാൻ ബന്ധമില്ലാത്ത രൂപത്തിലായി. എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ മുടങ്ങുന്ന രൂപത്തിൽ ഞാൻ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന ഒരു കൊല്ലക്കടുപ്പായി. ഈ പ്രശ്നങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ദിവസം റബീഉൽ അവ്വലിൽ എനിക്ക് ഒഴിവുണ്ടാവില്ല. കാസർഗോഡ് തന്നെ പരിപാടി, എല്ലാ 1-2 പരിപാടി ഒരു ദിവസം ഉണ്ടായിരുന്നു. തീർച്ചയായും കാസർഗോട്ടുകാർ ഉസ്താദിനെ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും ഇൻഷാ അല്ലാ. ഈ ഒരു നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നമ്മൾ